ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഏറ്റവും സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഒരു കുക്കറിലേക്ക് നല്ല പോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ള ചേമ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം കുക്കറിലേക്ക് തന്നെ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുള്ള പൂളയും അതുപോലെ തന്നെ ഇണ്ണിക്കാമ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് പല ഭാഗത്തും പല പേരാണ് കേട്ടോ പറയപ്പെടുന്നത്. അപ്പോൾ ഞങ്ങൾ ഈ ഒരു ഭാഗത്ത് ഇണ്ണിക്കാമ്പ് അല്ലെങ്കിൽ ഇണ്ണിത്തണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് എന്താ പറയുക എന്നുള്ളതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അതിനുശേഷം ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള പപ്പായ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല കറക്റ്റ് പച്ചപ്പപ്പായ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതെടുക്കാനായിട്ട് ഏറ്റവും നല്ലത്. അപ്പോൾ ഇത് ചെറുതായിട്ട് തന്നെ ഒന്ന് പഴുക്കുന്ന ആ ഒരു രീതിയിൽ എത്തിയിട്ടുണ്ട്, പക്ഷേ മധുരമൊന്നുമില്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും നല്ലൊരു കളറിനായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് ഒരു 2 ഗ്ലാസ് വെള്ളവും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിതിലേക്ക് എടുത്തിട്ടുള്ള ചേമ്പിൻ്റെയും പൂളയുടെയും ഇണ്ണിക്കാമ്പിൻ്റെയും ഒക്കെ അളവ് ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ പ്രത്യേക ഒരു മെഷർമെൻ്റ് ഒന്നും ഞാനതിൽ പറയണില്ല. ഇനി വെള്ളവും കൂടെ ഒഴിച്ച് വെച്ച് ഇതിനെ നമുക്ക് ഒരു 3 വിസിൽ വരുന്നത് വരെ നല്ല പോലെ ഒന്ന് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ ഇത് വെന്ത് വരുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്കിതിലേക്ക് ഒരു അരപ്പ് റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ തേങ്ങയുടെ ഒരു പകുതി ഭാഗമാണ് നല്ലപോലെ ഒന്ന് ചിരവി എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് ചുവന്നുള്ളിയും കുറച്ച് വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചേമ്പോ പൂളിയൊക്കെ കഴിക്കുന്ന സമയത്ത് ചിലർക്കൊക്കെ ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വെളുത്തുള്ളി പെരുജീരകമൊക്കെ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകാണ്. എത്രത്തോളം എരിവ് വേണോ അതിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 6 പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കാരണം നമ്മളിതിലേക്ക് വേറെ മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഈ ഒരു പച്ചമുളകിൻ്റെ എരിവ് മാത്രമാണ് നമ്മുടെ ഈ ഒരു കൂട്ടാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു 6 മുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പെരുംജീരകം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1.5 ടീസ്പൂണോളം പെരുംജീരകമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വലിയ ജീരകമാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഇതിനെ നല്ലപോലെ നരച്ച് മാറ്റി വെക്കണം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ കൂട്ടാനൊക്കെ ഇവിടെ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഒരു 3 വിസിൽ വരുന്നത് വരെയാണ് ഞാനിതിനെ വേവിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷം തുറന്ന് നോക്കുന്ന സമയത്ത് നമുക്കിതിൽ കുറച്ചധികം വെള്ളം കൂടുതലായിട്ട് തോന്നും, പക്ഷേ കുഴപ്പമൊന്നുമില്ല. അത് ലാസ്റ്റ് നമുക്ക് നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടും. ഇനി ഇതെല്ലാം കൂടെ ഇതുപോലെ ഒരു തവി വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം. നമ്മുടെ എണ്ണിക്കാമ്പിലും പപ്പായനും അത്യാവശ്യം വെള്ളം ഉണ്ടെങ്കിലും നമ്മൾ ചൂടാറി വരുന്ന സമയത്ത് ഇതിലേക്ക് ചേമ്പും അതുപോലെ തന്നെ പൂളയൊക്കെ ചേർത്ത് കൊടുത്തതുകൊണ്ട് തന്നെ കുറച്ച് നല്ല തിക്കായിട്ട് വരും. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് ഉടച്ചെടുത്തതിന് ശേഷം നേരത്തെ നമ്മൾ അരച്ച് മാറ്റി വെച്ചിട്ടുള്ള തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങ ഒരുപാട് വെള്ളം ചേർത്തിട്ട് അരച്ചെടുത്തിട്ടില്ല കേട്ടോ, കുറച്ച് വെള്ളം ചേർത്ത് മാത്രമാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ടെടുക്കാം. അപ്പോൾ തേങ്ങയുടെ അളവും ഓരോരുത്തർക്കും ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു പകുതി തേങ്ങ ഫുള്ളായിട്ടും ഇതിലേക്ക് അരച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങ കൂടുതൽ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് കുറച്ചും കൂടെ നല്ല ഒരു ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് തിളപ്പിച്ചിട്ടെടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഉപ്പൊക്കെ കുറവാണെങ്കിൽ ഈ ഒരു സമയത്ത് തന്നെ നമുക്കിതിലേക്ക് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് വീണ്ടും 1 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഐറ്റം തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മളിതിലേക്ക് കൂടുതൽ അളവിൽ ജീരകവും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുത്തതുകൊണ്ട് തന്നെ ഗ്യാസിൻ്റെ പ്രശ്നമുള്ളവർക്ക് ധൈര്യമായിട്ട് കഴിക്കാം. അപ്പോൾ ഇതൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തായിട്ട് ഇതിലേക്ക് വെളിച്ചെണ്ണയിൽ കുറച്ച് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ഒന്ന് താളിച്ചുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മിക്സ്ഡ് കൂട്ടാൻ അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇത് ചൂടാറി വരുന്ന സമയത്ത് അത്യാവശ്യം നല്ല തിക്കായിട്ടും ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക.